നീരണിയാനൊരുങ്ങി പുതുക്കിപ്പണിഞ്ഞ ഉമയാറ്റുകര പുത്തൻ പള്ളിയോടം 18 അടി അമരപ്പൊക്കവും 110 പേർക്ക് കയറാവുന്നതുമായ പള്ളിയോടം ഏപ്രിൽ 13 രാവിലെ 9 മണിക്ക് നീരണി. 2018 ജനുവരിയിൽ ഉളികുത്തി പിന്നെ ശരവേഗത്തിൽ പുതിയ പള്ളിയോടത്തിന്റെ നിർമ്മാണം തുടങ്ങി. തുടർന്ന് വന്ന പ്രളയത്തെ അതിജീവിച്ച് 2018 സെപ്റ്റംബറിൽ തന്നെ ഉമയാറ്റുകര പുത്തൻ പള്ളിയോടം നീരണിയുകയും ചെയ്തു. എന്നാൽ ഈ പള്ളിയോടം കരകൗശല വൈദഗ്ധ്യത്തോടെ കെട്ടിലും മട്ടിലും അണിഞ്ഞൊരുങ്ങി വേറിട്ട രീതിയിലുള്ള കൊത്തുപണികളോടെ നവചൈതന്യത്തോടെ വീണ്ടും നീരണിയുകയാണ്. പുതിയ പള്ളിയോടം പുതുക്കിപ്പണിയുന്ന മാലിപ്പുഴയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4 തലമുറ കൈമാറിയ ഉമയാറ്റുകര പള്ളിയോടം 4.5 തലമുറയിലേക്ക് വരുമ്പോൾ 2018 സെപ്റ്റംബറിൽ നീരണിഞ്ഞ ഉമയാറ്റുകര പള്ളിയോടം പ്രളയത്തെ അതിജീവിച്ചുകൊണ്ട് ചരിത്ര സംഭവമായി ഏറ്റവും വേഗതയിൽ പണിത പള്ളിയോടമാണ് ഉമയാറ്റുകര പുത്തൻ പള്ളിയോടം. കാറ്റുമറ മുതൽ അമരം വരെ ഒതുക്കി അമരത്തിന്റെ ആകാരഭംഗി കൂട്ടി വേഗത വർദ്ധിപ്പിക്കാനുള്ള പ്രവൃത്തികളാണ് മുഖ്യശില്പി ചങ്ങങ്കരി വേണുവാചാര്യ നേതൃത്വത്തിലുള്ള സംഘം ഒരുക്കിയിട്ടുള്ളത്. 47.25 കോൾ നീളവും 64 ഉടമയും 18 അടി അമരപ്പൊക്കവും നിലയാളുകൾ ഉൾപ്പെടെ 110 പേർക്ക് കയറാവുന്നതുമായ പള്ളിയോടം 13 രാവിലെ 9 മണിക്ക് NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PN സുകുമാരപ്പണിക്കർ നീരണിയൽ കർമ്മം നിർവഹിക്കും. കരയോഗം പ്രസിഡന്റ് അജിയാർ നായർ അധ്യക്ഷത വഹിക്കും. പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാമ്പദേവൻ മുഖ്യപ്രഭാഷണം നടത്തും. ചടങ്ങിൽ പള്ളിയോട ശില്പികളെ ആദരിക്കുമെന്നും സെക്രട്ടറി PM ജയകുമാർ അറിയിച്ചു. നൂറ്റാണ്ടുകളായി തിരുവാറന്മുള ഉത്രട്ടാതി ജലമേളയിലെ നിറസാന്നിധ്യമായ 4 തലമുറ കൈമാറിയ ഉമയാറ്റുകര പഴയ പള്ളിയോടം കാലപ്പഴക്കം മൂലം ആറന്മുള ഹെറിറ്റേജ് ട്രസ്റ്റിന് കൈമാറുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.